ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് വേൾഡ് കാർഡാണ്. ശരിക്കും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന, നിങ്ങൾ ആഗ്രഹിച്ച ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുന്ന ഒരു സമയമാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാനുള്ളൊരു ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇത്. ശരിക്കും നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിമാനം തോന്നുന്നു എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ പാസ്റ്റിലുള്ള മിസ്റ്റേക്സൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കണം. നിങ്ങൾക്ക് സ്വയം നിങ്ങളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വയം നമ്മളോട് തന്നെ ഒരു സ്നേഹമൊക്കെ തോന്നിയെങ്കിൽ മാത്രമേ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ നമ്മളോട് ക്ഷമിക്കുക, സ്വയം സ്നേഹിക്കുക. അപ്പോൾ ഈ സമയം നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്ന ഒരു സമയമാണ്. അതുപോലെ ഒരു പൂർണ്ണതയിലെത്തുന്ന ഒരു സമയം കൂടിയാണ്. കുറേ ആൾക്കാർക്ക് ഇവിടെ ഒരു ട്രാവൽ കാണുന്നുണ്ട്. നിങ്ങൾ ട്രാവൽ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്ന സമയം കൂടിയാണ്. അപ്പോൾ ആദ്യത്തെ കാർഡ് തന്നെ വളരെ സന്തോഷമുള്ളതാണ്. വലിയൊരു സക്സസ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നിങ്ങളുടെ കഴിവുകളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു സമയം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ട് എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് കുറേ സമയം നിങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങളൊരു ഹാപ്പി ഫാമിലി സ്വപ്നം കാണുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയോട് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് കൂടുന്ന ഒരു സമയമാണ് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ കുട്ടികളോട് വളരെ അടുപ്പം തോന്നുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്നും കാണുന്നുണ്ട്. അതുപോലെ ഈ സമയം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്തിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അവരുടെ കൂടെ നിങ്ങൾ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പിന്നെ കുറേ കാലമായിട്ട് കുട്ടികളെ കാണാതിരുന്ന അച്ഛനും അമ്മയും ഒക്കെ കുട്ടികളെ കാണാൻ വരുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്കൊരു പ്രപ്പോസലുമായിട്ട് വരുന്ന ഒരു എനർജിയാണ്. അത്തരത്തിൽ വരാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്.
അതായത് ഈ സമയത്ത് ഫിസിക്കൽ അട്രാക്ഷനോട് കൂടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു ഓഫർ തരുന്ന ഒരു എനർജി ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ആരോടെങ്കിലും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നാനുള്ളൊരു സാധ്യതയുണ്ട് എന്നും കാണുന്നുണ്ട്. ചിലപ്പോൾ ഇത് പെട്ടെന്ന് വരുന്നൊരു അഫെയർ ആയിരിക്കാം. അതുപോലെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ബാലൻസ് സൂക്ഷിക്കാൻ എപ്പോഴും ശ്രമിക്കണമെന്ന് കാണുന്നുണ്ട്. അതായത് ഒരാളിനെ കാണുന്നതിന് മുന്നേ ആ ആളുമായിട്ടൊരു ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകാതിരിക്കുക. അപ്പോൾ ഇതിൽ ശരിക്കും നിങ്ങൾക്കൊരു കവിതയൊക്കെ എഴുതാൻ തോന്നിക്കുന്ന വിധത്തിൽ ഒരു പ്രണയം വന്നേക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവർ പറയുന്ന ഐഡിയയിൽ ഏറ്റവും നല്ലത്, അതായത് അതിൽ നമുക്ക് വേണ്ട കാര്യവും നമ്മുടെ ഐഡിയാസും കൂടി ചേർക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് മറ്റുള്ളവർ പറഞ്ഞ ആ ഒരു കാര്യം ശരിയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ സ്വീകരിക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ പറഞ്ഞു തരുന്ന ഉപദേശങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപടി സ്വീകരിക്കണമെന്നല്ല, അവർ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ആലോചിച്ച് ഈ സമയം നിങ്ങൾ അത് ചെയ്യണമെന്നാണ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ പൂർണ്ണമായും നിങ്ങൾ റിജക്റ്റ് ചെയ്യാതിരിക്കുക. അതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ എടുക്കണമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ ഐഡിയാസ് നിങ്ങളുടെ ഐഡിയാസുമായി ചേർത്ത് പുതിയൊരു കാര്യം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും എന്നാണ്. അത് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കാനും നിങ്ങൾക്ക് പറ്റുമെന്നാണ് ഇതിൽ കാണുന്നത്. അത്തരത്തിലൊരു എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു എനർജിയും ഇതിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന കോംപ്രമൈസിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വലിയൊരു സക്സസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതുപോലെ സെൽഫ് കൺട്രോൾ വേണമെന്ന് കാണുന്നുണ്ട് ഈ ഒരു സമയം. അതുപോലെ ഈ സമയം വളരെ ക്വയറ്റായിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലൊരു ബാലൻസ് കൊണ്ടുവരാൻ ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇതിൽ കാണുന്നത്. പിന്നെ ഇവിടെ 2 ഓഫ് വാൺസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തൊരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു അധ്യായം അവസാനിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പുതിയൊരു കാര്യം ചെയ്യുന്നതിൻ്റെ ഒരു ത്രില്ലിലാണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇപ്പം ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി എന്തൊക്കെയോ കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നും കാണുന്നുണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിവിടെ ഒന്നുകൂടി ക്ലിയർ ചെയ്ത് തുടങ്ങുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പിന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഭാഗ്യം അനുകൂലമാകുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ സമയം നിങ്ങൾക്ക് അനുകൂലമാകുന്നുണ്ട്. നിങ്ങളുടെ ഒരു പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ഭാഗ്യമായിട്ട് വരുന്നു എന്ന് പറയാം. കുറേ കാലത്തിന് ശേഷം ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റക്കായിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ മൂവ് ഓൺ ആയി ഒരു നല്ല കാലം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗ്യം തെളിയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ സമയത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ലക്കാണ്. മുടങ്ങിക്കിടന്ന കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ആ മുടക്കമൊക്കെ മാറി മുന്നോട്ട് പോകാൻ പറ്റും എന്നാണ് കാണുന്നത്. ചില ആൾക്കാർക്കൊരു യാത്ര കാണുന്നുണ്ട്. അതായത് വിദേശത്തേക്കൊക്കെ പോകാൻ നിങ്ങൾ വിസ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു വിസ പ്രോസസ്സിംഗ് ഒക്കെ നടന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ അത് പെൻഡിങ് ആയി പോയവർക്ക് വീണ്ടും അത് റീഓപ്പൺ ആവുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇതൊരു ട്രാവൽ ചെയ്യാൻ പറ്റുന്ന അനുകൂല സമയമാണ്. നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ സമയം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ പൂർണ്ണമായും എൻഡായി പുതിയ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്കുള്ളൊരു സമയദോഷമൊക്കെ മാറിയിട്ട് വേറൊരു കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു സംതൃപ്തി ഈ സമയം ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന
നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനോ ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയമാണ്. അത്തരത്തിലൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഇവിടെ 5 ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇതിൽ മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആരെങ്കിലും ചിലപ്പോൾ നിങ്ങളെ ഒന്ന് പറ്റിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ചൊരു കള്ളം പറഞ്ഞു കൊടുക്കാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധിക്കുക. ഇതൊരു സാധ്യത മാത്രമാണ്. ഇത് വരുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ അട്രാക്റ്റായിട്ട് ഒരിക്കലും വരില്ല. അപ്പോൾ അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചത്. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സമയം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ കാണിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഇവിടെ 3 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം എന്തെങ്കിലും ശുഭകാര്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കും എന്നുള്ളതാണ്. അതായത് ഒരു വിവാഹമോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഫംഗ്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികളുമായിട്ടുള്ളൊരു പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതൊരു ഓഫീസ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഫംഗ്ഷൻ ആയിരിക്കാം. എന്തായാലും നിങ്ങൾ അത്തരത്തിൽ സെലിബ്രേഷനിൽ പങ്കെടുക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളിവിടെ എന്തോ ഒരു കാര്യം അനൗൺസ് ചെയ്യുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഏതൊരു സന്തോഷത്തിനും അല്ലെങ്കിൽ ഏതൊരു ചെറിയ കാര്യത്തിനും നിങ്ങൾ ഈ ഒരു സമയം നന്ദി പറയുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പിന്നെ ഇവിടെ ഹൈ പ്രീസ്റ്റസിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾ മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഡ്യൂഷൻസ്, അതായത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ പറ്റി കുറേയധികം കാര്യങ്ങൾ ഇൻഡ്യൂഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങളുടെ സോളിൻ്റെ ഒരു ട്രൂ ഡിസയർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കില്ല. ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങളുടെ സോൾ പർപ്പസ് അതാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ സമയം കളയുന്നുണ്ടാവാം. പക്ഷേ അതൊന്നുമല്ല. നിങ്ങളുടെ യഥാർത്ഥ സോൾ പർപ്പസ് എന്താണ് അല്ലെങ്കിൽ സോൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻഡ്യൂഷൻ പോലെ കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം കൂടുതൽ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യണമെന്നാണ് കാണുന്നത്. അതുപോലെ നിങ്ങൾ കൂടുതലായിട്ടും പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങൾ അത്തരത്തിൽ മെഡിറ്റേഷനൊക്കെ ഒരുപക്ഷെ ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സൽ വിസ്ഡം റിസീവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ സാധിക്കുന്നവർ മെഡിറ്റേറ്റ് ചെയ്യുക. പിന്നെ ഇവിടെ കിങ് ഓഫ് വാൺസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയ അധികാരവും പ്രതാപവും ഒക്കെ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലി, നിങ്ങൾ വളരെ എൻജോയ് ചെയ്ത ജോലി, അത് മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും തിരിച്ച് നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് ആ കസേരയിൽ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളാവാം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് വലിയ വില ലഭിക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ അനുസരിക്കുകയും അവരത് അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്.
അപ്പോൾ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള ആ ഒരു പവർ നിങ്ങളുടെ കൈകളിൽ എത്തുന്ന ഒരു എനർജിയാണ് ഈ സമയം കാണുന്നത്. പിന്നെ ഇവിടെ കിങ് ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. ഇതിനകത്ത് നിങ്ങളുടെ ബുദ്ധിയും ഹൃദയവും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഒരു കാര്യം ചെയ്താൽ ചിലപ്പോൾ ചില വ്യക്തികളെ വേദനിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇമോഷണലി ഏതെങ്കിലും ആളുകളുമായിട്ട് നമ്മൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിച്ച് മാത്രം കൈകാര്യം ചെയ്യണം എന്നാണ് കാണുന്നത്. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർ പറയുന്നതൊക്കെ അതേപടി വിശ്വസിക്കാതിരിക്കുക. ഈ ഒരു സമയം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയം മറ്റുള്ളവരിൽ നിന്ന് റെസ്പെക്റ്റ് കിട്ടാനുള്ളൊരു സമയമാണ്. കാരണം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് അത്തരത്തിലുള്ള പ്രവൃത്തികളായിരിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത്. ശരിക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരു തമാശയായിട്ട് എടുക്കാതിരിക്കുക എന്നുകൂടിയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ബുദ്ധിപൂർവം ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. അതുമാത്രമല്ല ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു എനർജി കൂടിയാണ് ഈ സമയം നിങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു അഡ്വൈസ് കൊടുക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് കിട്ടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ പലരും നിങ്ങളുടെ അടുത്ത് വന്ന് പല കാര്യങ്ങളും ഗൈഡൻസ് ആയിട്ട് ചോദിക്കുമായിരിക്കാം. അപ്പോൾ അവരുടെ സാഹചര്യത്തിന് മാച്ചായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ കൊടുക്കുന്ന ഗൈഡൻസ് വളരെ കൃത്യമായിരിക്കുമെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ആയിരിക്കും എന്നാണ് ഇതിൽ കാണുന്നത്. മാത്രമല്ല നിങ്ങളെ ഈ ഒരു സമയം ഇമോഷൻസിനൊന്നും കീഴടക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ റിലീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ഒരു പക്ഷേ ഇതിനോടകം നിങ്ങളിൽ ചില ആളുകൾ നിങ്ങൾക്ക് വേണ്ടാത്ത പല കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലെ ചില നിങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇതൊക്കെ നിങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫർമേഷൻ്റെ ആ ഒരു ഫേസിലൂടെ കടന്നു പോകുന്ന ഒരു സമയം കൂടിയാണ്. പിന്നെ ഇവിടെ സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കുള്ള കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും വലിയൊരു കാര്യവും അതുതന്നെയാണ്. നിങ്ങളുടെ പവർ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ എടുത്തു ചാടി പല കാര്യങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ എടുത്തു ചാടി ഒരു കാര്യങ്ങളിലും ഇടപെടില്ല എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ കഴിവുണ്ട്. മാത്രമല്ല മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ആ ഒരു കഴിവും നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് മറ്റുള്ളവരും കൂടി അനുസരിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. എന്തു വന്നാലും നിങ്ങൾക്ക് അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊരു തോന്നൽ ഈ ഒരു സമയം തോന്നിത്തുടങ്ങുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണൽ പവർ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.